ഇപ്പൊ കളങ്കാവലിന്റെ ട്രെയിലർ വന്നിട്ട് അപ്പൊ ഒന്ന് കണ്ടോക്കാം. അപ്പൊ 1 മിനിറ്റും 50 സെക്കൻഡും ഉണ്ട്. നോക്കാം. ഓക്കെ. പരസ്യമുള്ള മമ്മൂട്ടി കമ്പനി. ഓ പോരി മമ്മൂട്ടി കമ്പനി. തിരുവനന്തപുരം ജില്ലയുടെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കോട്ടായിക്കുളം സംഭവം ഒരു ക്രൈം സ്റ്റോറിയുടെ ബേസ്ഡ് ആണ്. അവിടുത്തെ 2 യുവാക്കൾ തമ്മിലുണ്ടായ നിസ്സാരമായ തർക്കം അവരുടെ സുഹൃത്തുക്കളെ ഏറ്റുപിടിച്ച് വലിയ വഴക്കായി. പിന്നീട് നാട്ടിലെ 2 പ്രബല സമുദായങ്ങൾ തമ്മിലുള്ള ഒരു ലഹളയായിരുന്നു. ആ വർഗീയ കലാപത്തിന്റെ കായ്വേരുകൾ തേടിച്ചെന്ന കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ അവിചാരിതമായി തുറന്നു കിട്ടിയ തിരഞ്ഞു ഒന്നിൽ തമ്മിൽ എത്തി നിൽക്കുന്നത് ഒരു മഞ്ഞുമലയുടെ അറ്റത്താണ് നിന്ന് തിരിച്ചറിഞ്ഞത്. അവർ നടത്തിയ അസാധാരണമായ ഒരു കുറ്റാന്വേഷണം. ഇതിന്റെ അവസാനം ലോകയിലുള്ള ആളല്ലേ ആ ഫോട്ടോയിലുള്ളത്? മമ്മൂട്ടിന് മരിക്കുന്നത് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് ഓ മമ്മൂട്ടി. ഓ ഷാഡോ മാത്രമല്ല മമ്മൂട്ടിയുടെ കളങ്കാവൽ. നവംബർ 27 ഞാനന്ന് തിരിച്ചു പോടാ ഗൾഫില്. കാലത്ത് കാണുമ്പോഴല്ലോ നമുക്ക് സ്കൂളിൽ പോകണ്ടാവും. കാണാം വെള്ളിയാഴ്ച. 1 മിനിറ്റ് 50 സെക്കൻഡ് ഫുൾ പാക്കഡ് ആണല്ലോ ഇവിടെ. എക്സ്പെക്ടേഷൻ എന്താണ്? 100 കോടിക്കും വേണോ? പടം മൊത്തത്തില് കൊള്ളാം. പിന്നെ മറ്റേ DSRലെ ആളുണ്ടല്ലോ പുള്ളിയുള്ള എല്ലാ പടം ഹിറ്റാണല്ലോ. കഥ ശരിക്ക് മനസ്സിലായില്ല. മൊത്തത്തില് 1 മിനിറ്റ് 50 സെക്കൻഡ് ഫുള്ളി പാക്കഡ് ആണ്. മമ്മൂട്ടിയുടെ ഷാഡോ സൂപ്പർ ആയിട്ടുള്ളത്. ട്രെയിലറിലുണ്ടായിരുന്നൊരു സംഭവം വായിൽ മമ്മൂട്ടിയുടെ സിഗരറ്റ് ഇടിച്ചാ പടം എടുക്കും തോന്നിട്ടില്ല. കണ്ടിട്ട് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള ജോണലാണ് മമ്മൂട്ടി ഇതുവരെ കണ്ടിട്ട്. ഇപ്പൊ വില്ലന്റെ മാതിരിയാണ് അല്ലേ തോന്നണേ? കൊടൂര് വില്ലനാണോ ഇതാണെന്ന് അറിയില്ല. മമ്മൂട്ടിയുടെ ചെറിയൊരു ഷാഡോ മാത്രം കാണിച്ചിട്ടുള്ളൂ. വിനായകന് മറ്റേ പെട്ടിക്കെത്തി പറഞ്ഞ വീട്ടിൽ കയറുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ 27-ാം തീയതി ഇനി കണ്ടിട്ട് ഇതിനെ പറ്റി പറയാം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാം. Signing out. Okay, bye.